ഇതിനകത്ത് ഏറ്റവും ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും അറിയും. അതൊരു ചെറിയ കാര്യമല്ല. നമ്മളെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ എന്തെല്ലാം ഇതുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ആളുകൾ അറിയില്ല. നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണ്. അപ്പൊ ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്, ഞാൻ സമ്പന്നനാണ്. ഈ മേഖലയിൽ എല്ലായിടത്തും അറിയുമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ സമ്പന്നനാണ്. എനിക്ക് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. തെരഞ്ഞെടുപ്പ് രംഗമാകട്ടെ, പുതിയ സ്ഥാപനങ്ങളുടെ പരസ്യരംഗമാകട്ടെ, ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു മാധ്യമമാണ് പരസ്യപ്രചരണം. അതിൽ ഭാഗവാക്കാകുന്ന അനേകം വരുന്ന കലാകാരന്മാർ കേരളത്തിലുണ്ട്. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് പിറവം നിയോജകമണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അനൂപ് ജേക്കബിൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ്. തെരഞ്ഞെടുപ്പ് പര്യടന രംഗത്ത് ഏതാണ്ട് 40-45 കൊല്ലം പിന്നിടുകയാണ്. തെരഞ്ഞെടുപ്പ് മാത്രമല്ല, പരസ്യ കലാരംഗത്ത് 45 വർഷം പിന്നിട്ട് കഴിഞ്ഞിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യനാണ് നമ്മൾക്കൊപ്പമുള്ളത്. സുബ്രഹ്മണ്യൻ ചേട്ടാ, നമസ്കാരം. പരസ്യരംഗം ആകെപ്പാടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ ഈ പരസ്യരംഗം എന്ന് പറഞ്ഞാൽ പഴയ പോലെയല്ല. ഞാനൊക്കെ പരസ്യം ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല. സാധാരണഗതിയിലുള്ള ഒരു മൈക്ക് കോളാമ്പി. അത് ഞാൻ ആദ്യം 1979 പഞ്ചായത്ത് ഇലക്ഷനാണ് അനൗൺസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പോ നമ്മളൊരു അനൗൺസർ ആവുമെന്ന് വിചാരിച്ചൊന്നുമല്ല. അതൊരു പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് 2 സൈക്കിളില് മുമ്പിലും പുറകിലും 2 നമ്മുടെ ഈ കോളാമ്പി എന്ന് പറയുന്ന സാധനമില്ല, അത് വെച്ചിട്ട് ഒരു സൈക്കിളിന്റെ ബാക്കിലെ ബാറ്ററിയും മറ്റേ സൈക്കിളിന്റെ ബാക്കിൽ ഒരു 60-ന്റെ ആംപ്ലിഫയറും വെച്ച് ഒരു 77-ന്റെ മൈക്കും ആയിട്ടാണ് നമ്മൾ അതിന്റെ നടുക്ക് നിന്നാണ് അനൗൺസ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു പോകുന്ന ഒരു അനൗൺസ്മെന്റ് ആണ് ഇന്നിപ്പോ പവർ ആംപ്ലിഫയറും അതുപോലെ തന്നെ മിക്സറും ഒക്കെ വെച്ചാണ് ഇന്നത്തെ അനൗൺസ്മെന്റ്. ആ നിലയിലേക്ക് എത്തിയപ്പോഴും നമ്മൾ ഇതിനകത്ത് തുടർന്ന് പോകുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ദൈവാധീനം കൊണ്ട് നമ്മൾ തുടർന്ന് നിൽക്കുന്നതാണ്. ഇത്ര വർഷക്കാലം ഇപ്പൊ 46 വർഷമായി. 1979 ഇലക്ഷൻ തൊട്ട് ഇന്ന് വരെ നടന്നിട്ടുള്ള ഒരു ഇലക്ഷനും നമ്മൾ ഇല്ലായിരുന്നിട്ടില്ല. അപ്പൊ അങ്ങനെ പോയി വയസ്സ് 67 അപ്പൊ ഇത്രയും കാലത്തിനോടൊരിക്കും നമുക്ക് കുഴപ്പമില്ലാതെ പോകാൻ കഴിഞ്ഞു എന്നുള്ള സത്യമാണ്. ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റെക്കോർഡിംഗ് അനൗൺസ്മെന്റ് നമ്മള് ലൈവും റെക്കോർഡിംഗ് അനൗൺസ്മെന്റ് രണ്ടും രണ്ടാണ്. റെക്കോർഡിംഗ് അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അക്ഷരം തെറ്റിയാൽ പോലും അത് മാറ്റിയിടാനുള്ള അവസരമുണ്ട്. ഇതിപ്പോ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. ഒരിക്കലും നമുക്ക് തെറ്റ് വരാതിരിക്കാൻ നമ്മൾ ഏറ്റവും മാക്സിമം ശ്രദ്ധിക്കണം. അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. അത് തന്നെയല്ല, ഈ ലൈവ് ചെയ്യുന്നതിന്റെ ആ ഒരു ജീവൻ അതൊരിക്കലും അപ്പൊ അനൗൺസ്മെന്റ് ഇപ്പൊ ഒരു വണ്ടിയിൽ ഒരു അനൗൺസ്മെന്റ് വരുക, ഒരു കവലയിലിരുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കാസറ്റാന്ന് തോന്നിയാൽ പിന്നെ ആളുകൾ അത് മൈൻഡ് ചെയ്യില്ല. അതേസമയം ഒരു ലൈവ് ഒരാൾ ചെയ്യുവാണെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതുതന്നെ ഷോപ്പുകളുടെ ഇപ്പൊ നമുക്ക് ഒരു 10 പേരിരിക്കുന്നിടത്ത് നമ്മൾ ഒരു പ്രസന്റ് ചെയ്യുന്ന ഒരു ആശയം അത് പ്രാവർത്തികമാക്കാൻ എപ്പോഴും ലൈവ് തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം ഇതിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ രാഷ്ട്രീയം പറയണം, അല്ലാതെ നമ്മൾ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം, ഇന്നതാണ് ചിഹ്നം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഒരു മുന്നണിയുടെ അനൗൺസ്മെന്റ് നമ്മൾ പോകുമ്പോൾ മുന്നണി ഉയർത്തുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ അനൗൺസ്മെന്റിൽ കൊണ്ടുവരാൻ കഴിയണം. ഒരു പ്രാസംഗികൻ ഒരു 2-3 മണിക്കൂർ പ്രസംഗിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു 5 മിനിറ്റിൽ അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ അത് പറഞ്ഞു തീർക്കണം. അപ്പോൾ ഒരു അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചുരുങ്ങിയത് ഒരു 100-150 മീറ്ററിനിടയ്ക്ക് നമ്മുടെ ഈ ആശയം നമ്മൾ വ്യക്തമാക്കണം. അതിനു വേണ്ടിയുള്ള ചെറിയ ചെറിയ വാക്കുകളായിരിക്കണം നമ്മൾ പ്രയോഗിക്കുന്നത്. അത് പ്രയോഗിക്കുമ്പോൾ ആളുകളുടെ ഉള്ളിൽ തട്ടുന്ന രീതിയിലായിരിക്കണം. നല്ല ശബ്ദമായിരിക്കണം, നല്ല ഭാഷാപ്രയോഗമായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രം നമ്മൾ ഈ ഫീൽഡിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും നമ്മൾ നിലനിന്ന് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ ഇതൊക്കെ ചെയ്തു പോകുന്നതുകൊണ്ട് നമ്മൾ നിലനിന്ന് പോണതാ. അതായത് പുതിയ പിള്ളേർക്കൊന്നും ഇതിങ്ങനെ ലൈവ് അനൗൺസ്മെന്റ് ചെയ്ത് പഠിച്ചു വരാനുള്ള സാഹചര്യം ഇന്നില്ല. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനമാകുമ്പോൾ പൈസയൊന്നും കിട്ടാതെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ആത്മാർത്ഥയുടെ പേരിൽ അങ്ങനെ ചെയ്യണു. അങ്ങനെ ചെയ്തു പോയി കഴിയുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും പഠിക്കാനുള്ള അവസരമുണ്ട്. ഇന്നിപ്പോൾ ഒരു അനൗൺസ്മെന്റ് ഒരു കടയുടെ ഒരു പരസ്യം ചെയ്യാൻ ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അപ്പൊ അന്ന് ഫീൽഡിൽ ഏറ്റവും നല്ല ആളെ അയാൾ ഉദ്ദേശിക്കുള്ളൂ. അയാൾ ഞാൻ ചെയ്യാവുന്ന ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അവൻ വിളിക്കുകയില്ല. അപ്പൊ അങ്ങനെ വിളിക്കുകയില്ലാത്തതുകൊണ്ട് നമ്മളെപ്പോഴും ഫീൽഡില് നല്ല രീതിയിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ പ്രയോജനമുള്ളൂ. നമ്മുടെ ശബ്ദം നല്ലതായിരിക്കണം, നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയണം, എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ഈ രംഗത്ത് ന്യായമായിട്ടൊരു ഒരു സാമ്പത്തിക ഇതൊക്കെ ലഭിക്കുന്നുണ്ടെന്നാണ്. ഞാൻ 15 രൂപ എനിക്ക് അനൗൺസ്മെന്റ് കൂലിയായിട്ട് ആദ്യം കണ്ടത്. അശ്വതി തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിന് 2ാം വാരം തകര എന്ന സിനിമ 2ാം വാരം അനൗൺസ്മെന്റ് ചെയ്താണ് ഞാൻ കൂലിക്ക് അനൗൺസ്മെന്റ് ചെയ്യുന്നത് ആദ്യമായിട്ട്. അന്ന് 15 രൂപയാണ് അനൗൺസ്മെന്റ് എനിക്ക് കൂലി കിട്ടിയത്.
ഇന്നിപ്പോ 3500 4000 രൂപ അനൗൺസ്മെന്റ് മേടിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. പക്ഷെ അന്നത്തെ ആ 15 രൂപയ്ക്കായിരുന്നു ഇന്നത്തേക്കും വാല്യൂ എന്നുള്ള എന്റെ അഭിപ്രായം. അന്ന് ഞാൻ ബീഡി തൊഴിലാളിയായിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ അനൗൺസ്മെന്റ് രംഗത്തേക്ക് വന്നത്. അപ്പൊ അന്നൊരു ബീഡി തെറുത്തു കഴിഞ്ഞാൽ 8 രൂപ 30 പൈസയാണ് 1000 ബീഡി തെറുത്താനുള്ള കൂലി. 2000 ബീഡി തെറുക്കണമെങ്കിൽ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് ഇലവെട്ടി രാത്രി 9 മണിക്കേക്ക് ഇരുന്നെങ്കിലാണ് കഷ്ടി 2000 ബീഡി തീർക്കുള്ളൂ. എന്നാലും നമുക്കൊരു 15-16 രൂപയെ കിട്ടുള്ളൂ. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 15 രൂപ കിട്ടും, നമ്മുടെ ഭക്ഷണ ചെലവ് നടക്കും, പിന്നെ നമ്മൾ 4 പേര് അറിയും എന്നുള്ളൊരു പ്രധാനപ്പെട്ട സംഭവം. ഇതിനകത്ത് ഏറ്റവും ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും അറിയും. അതൊരു ചെറിയ കാര്യമല്ല. നമ്മളെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ എന്തെല്ലാം ഇതുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ആളുകൾ അറിയില്ല. നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യം. അപ്പൊ ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്, ഞാൻ സമ്പന്നനാണ്. ഈ മേഖലയിൽ എല്ലായിടത്തും അറിയുമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ സമ്പന്നനാണ്. എനിക്ക് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ഈ ഗവൺമെന്റിന്റെ ഈ ക്ഷേമനിധി അതുപോലെയുള്ള എല്ലാം കലാകാരന്മാർക്കുണ്ട്, അതുപോലെ എന്തെങ്കിലും ഇതിന് അങ്ങനെയുള്ള ഈ ക്ഷേമനിധി കാര്യങ്ങളൊന്നും ഇപ്പോൾ ശരിയായ രീതിയിൽ നടക്കുന്നില്ലല്ലോ. ഞാൻ ഓട്ടോറിക്ഷ തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് ഞാൻ കുറേ ക്ഷേമനിധി അടച്ചാൽ അതിനൊന്നും ഒരു പ്രയോജനമില്ല. ഇപ്പോഴും 67 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ക്ഷേമനിധി അടങ്ങി. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇനി ക്ഷേമനിധി വേണ്ട സത്യത്തിൽ. പക്ഷെ നമ്മളിതിന് പോയി അത് നമുക്ക് അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആക്കി എടുക്കണമെങ്കിൽ 2-3 പ്രാവശ്യം എറണാകുളത്ത് പോയി അവരെ കണ്ട് അതിൻ്റെ പേപ്പറുകളൊക്കെ എഴുതി മേടിക്കണം. അതിനുള്ള ചിലവുണ്ടെങ്കിൽ ഈ വർഷാവർഷം നമ്മൾ ഇത് ക്ഷേമനിധി അടച്ചു പോവുകയാണ് നല്ലത്. നമ്മൾ 2 ദിവസത്തെ പണിയും കളഞ്ഞു പോകണം. അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറാവാതെ ഞാനിപ്പോഴും ഈ 67-ാമത്തെ വയസ്സിലും ഞാൻ ഈ ക്ഷേമനിധി അടച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് ആർക്കെങ്കിലും 10 പൈസ കിട്ടുന്നുണ്ടോ? ഒരു മേഖലയിലും ഈ ക്ഷേമനിധി പണം അടച്ചു കഴിഞ്ഞാൽ പണം തിരിച്ചു കിട്ടുന്നില്ല. സത്യത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയാത്തൊരു നിലവിലുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മളിപ്പോ ഈ പിറവം നിയോജകമണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഇതിലേക്ക് വരുവാണെങ്കിൽ എങ്ങനെയുണ്ടാവും ഈ ഇലക്ഷൻ കാല ട്രെൻഡ്? നമ്മൾ ഒരു അനൗൺസർ എന്നാലേ നമ്മൾ വാഹനത്തിൽ കടന്നു പോകുമ്പോഴും ഈ ഓരോ ഭാഗങ്ങളും കടന്നു പോകുമ്പോൾ നമുക്ക് ഇവരുടെ ഈ ജനത്തിന്റെ മനസ്സറിയാൻ കഴിയുന്നില്ല. ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഈ അനൗൺസ്മെന്റ് പോയിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ പോലെ ജനങ്ങൾ ഇങ്ങോട്ട് വന്ന് സഹകരിക്കുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ അനൂപ് ഈ പര്യടന പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഓരോ ടൗണുകളിൽ ടൗണുകളിൽ ആളുകളെ നേരിൽ പോയി കാണുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ ഒരു ടൗണിൽ ചെന്ന ആളുകളെ കാണാൻ പോകുമ്പോൾ അവിടെ അനൗൺസ്മെന്റ് ചെയ്യും. അപ്പൊ ചെയ്യുന്ന സമയത്ത് അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ എല്ലാ ആളുകളും പുറത്തേക്ക് വന്ന് അനൂപിന് കൈ കൊടുക്കുന്ന ഒരു സാഹചര്യം ഞാൻ ഇത്രയും കാലത്തിനുണ്ടെങ്കിൽ അനൂപിന്റെ തെരഞ്ഞെടുപ്പിലും ജേക്കബ് സാറിന്റെ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഞാൻ പൈലറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറും സിന്ധു ജോയി ഇങ്ങനെ മത്സരിക്കുമ്പോൾ ഞാൻ അവിടെ ഇത് പറയുമ്പോഴാണ് പൈലറ്റ് വാഹനത്തിലുള്ള പൈലറ്റ് വാഹനത്തിൽ സാധാരണക്കാരെ കൊണ്ട് പറ്റത്തില്ല. അതൊരു പ്രധാനപ്പെട്ട ഘടകം. ഇപ്പൊ ഇവിടെ തന്നെ 4-5 അനൗൺസർമാരുണ്ട്. പക്ഷെ അവരാരും പൈലറ്റ് വണ്ടി കയറിയല്ല. പൈലറ്റ് വണ്ടി കയറാത്തെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളെപ്പോഴും നമ്മളെ ഈ പറയുന്ന കാര്യങ്ങൾ അവർ പരിശോധിച്ചോണ്ടിരിക്കുക. കാരണം അവർ കേട്ടോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിന് അവരാർക്കും തയ്യാറില്ല. അപ്പൊ അത് കാരണം പൈലറ്റ് വണ്ടിയുടെ മുമ്പിൽ പോകുക എന്ന് പറഞ്ഞാൽ ചെറിയ കഥ, ഭയങ്കര റിസ്ക് ആണ്. പിന്നെ നമ്മളൊരു സ്വീകരണ കേന്ദ്രത്തിൽ ഇങ്ങനെ ആൾ കൂടി നിൽക്കുമ്പോൾ അങ്ങോട്ട് ഈ സ്ഥാനാർത്ഥിനെ തങ്ങൾ ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഭവമല്ല, വലിയ സംഭവമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ അവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തി കൊടുക്കുക. അത് വരുന്ന വഴിക്കാണെങ്കിലും ഈ വീടുകളിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് വന്നെങ്കിലും നമ്മളുടെ ഡയലോഗ് നന്നായെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ട്. അതുകൊണ്ട് ലൈവ് ചെയ്യാൻ ഈ ഫ്രണ്ടിൽ ചെയ്യാൻ വളരെ കുറവാണ്. അപ്പൊ ആ കാര്യത്തിൽ എനിക്കെപ്പോഴും നമ്മുടെ ഇപ്പൊ സാംസ്കാരിക ഘോഷയാത്ര നടക്കുവാണെങ്കിലും എന്ത് കണക്കാണെങ്കിലും ഇതിനൊക്കെ പഠിക്കണം. നമ്മൾ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞ വിഷയം നമ്മൾ ശരിക്കും പഠിക്കാതെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും പഴയ പോലെ ഇപ്പൊ നമുക്ക് വായനയൊന്നുമില്ല. എന്തെങ്കിലും ഒരു അനൗൺസ്മെന്റ് കിട്ടിയാൽ അതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ എന്തെങ്കിലും ഇപ്പൊ ഒന്നാമത്തെ ഇപ്പൊ എല്ലാം നമുക്ക് ഷോർട്ടായിട്ട് കിട്ടുമല്ലോ, ഏതിനകത്തും കിട്ടും. അപ്പൊ എന്നാലും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. വായന ഭയങ്കര ഘടകമാണ്. നമുക്ക് ഈ ഒഴുക്കോടുകൂടി നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരു വാക്ക് ചിലപ്പോൾ നമ്മുടെ മെമ്മറി സ്ഥാനത്തേക്ക് ഒരു വാക്ക് മെമ്മറിന്ന് പോയാൽ പിന്നെ ആ ഡയലോഗ് പൂർത്തിയാക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് ആദ്യ കാലത്തൊക്കെ ഡയലോഗ് പഠിക്കാൻ 1 പ്രാവശ്യം അല്ല 2 പ്രാവശ്യം വായിച്ചാൽ മതിയായിരുന്നു. ഇന്ന് 100 പ്രാവശ്യം വായിച്ചാൽ പോലും എനിക്കൊരു ഡയലോഗ് ബൈ ഹാർട്ട് ആവില്ല. അങ്ങനെ നമ്മുടെ പ്രായത്തിന്റെ നമ്മുടെ മെമ്മറിയുടെ പ്രശ്നമാണ്. എങ്കിൽ പോലും നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളിങ്ങനെ പോകണമെന്നുള്ളൂ. അങ്ങനെ അതാണ് ഇപ്പൊ രാഷ്ട്രീയ ട്രെൻഡ്. നമ്മുടെ അനൂപിന് പൂർണ്ണമായിട്ട് അനുകൂലം. അതായത് നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും സ്വീകരണ കേന്ദ്രങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്ത്രീകളും കുട്ടികളും എല്ലാ ആൾക്കാരും മുതിർന്നവരും എല്ലാം വളരെ സജീവമായിട്ടുള്ള സ്വീകരണ കേന്ദ്രങ്ങളാണ്. പൊതുവെ ഇപ്പൊ സുബ്രഹ്മണ്യ ചേട്ടൻ കൂത്താട്ടുകുളം സ്വദേശിയാണ്. ഞാനും വളരെ കാലം അനൗൺസ്മെന്റ് രംഗത്ത് പ്രവർത്തിച്ച് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. അപ്പോൾ അനൗൺസ്മെന്റ് മേഖലയിലെ വിഷയങ്ങളും അതുപോലെ ഈ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും എല്ലാം വിശദീകരിച്ചതിന് നന്ദി, നമസ്കാരം. താങ്ക് യു.